പസഫിക് കടലിന്റെ ഇരുമ്പലിലേക്ക് നോക്കി നിൽക്കുന്ന പച്ച കുന്നിൻ മുകളിൽ മരത്തിൽ തീർത്തൊരു കൊച്ചു വെളുത്ത കൂടുണ്ട്. കാറ്റിന്റെ വീട്. അതിനുള്ളിൽ വെറുതെ ഇരിക്കുന്ന ഒരു കറുത്ത ഫോൺ. അതിന് വയറുകളില്ല, സിഗ്നലുകളില്ല, മറിച്ച് ഡയൽ ടോണിന്റെ ജീവനുമില്ല. എന്നാൽ മൗനം നിലയ്ക്കാതെ സംസാരിക്കുന്നത് ഇവിടെയാണ്. ഈ ഫോണിലൂടെ മനുഷ്യർ സംസാരിക്കുന്നത് മറ്റൊരു മനുഷ്യനോടല്ല, ആത്മാക്കളോടാണ്. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുന്നുണ്ടോ? മരണത്തിന്റെ നിശബ്ദതയേക്കാൾ വലിയൊരു ദൂരമില്ല ഈ പ്രപഞ്ചത്തിൽ. പ്രിയപ്പെട്ടവർ പെട്ടെന്നൊരു നാൾ മാഞ്ഞു പോകുമ്പോൾ ജീവിക്കുന്നവരുടെ ഉള്ളിൽ പാതി വഴിയിൽ മുറിഞ്ഞു പോയ വാക്കുകളുടെ ഒരു വലിയ പ്രളയമുണ്ടാകും. യാത്ര അയക്കാൻ കഴിഞ്ഞില്ല, അവസാനമായി ഒന്നുകൂടി കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ. ആ സങ്കടങ്ങളുടെ കണ്ണീരൊപ്പാനാണ് ഈ ഫോൺ അവിടെ കാത്തിരിക്കുന്നത്. ഈ ഫോണിന് സാങ്കേതിക വിദ്യയുടെ വയറുകളില്ല, പകരം ഹൃദയങ്ങളുടെ ഒരു വിലാസമുണ്ട്. ഒരു ഫോൺ കോൾ കണക്റ്റ് ആകാൻ റേഞ്ചോ സാറ്റലൈറ്റുകളോ വേണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ സ്നേഹത്തിൻ്റെ ആഴമളക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് ഈ വിൻഡ് ഫോൺ. അവിടെ റിസീവർ കാതോട് ചേർക്കുമ്പോൾ കേൾക്കുന്നത് മറ്റേ അറ്റത്തെ ശബ്ദമല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തിൻ്റെ വിതുമ്പലുകളാണ്. ജപ്പാനിലെ ഇവാറ്റെ പ്രീഫെക്ചറിലെ ഓട്സുഗി എന്ന സ്ഥലത്താണ് കെസേനോ ഡെൻവ കാറ്റിൻ്റെ ഫോൺ സ്ഥിതി ചെയ്യുന്നത്. 2010 ജപ്പാൻകാരനായ ഇതെരു സസാക്കി എന്നയാൾ ക്യാൻസർ ബാധിച്ച് മരിച്ച തൻ്റെ കസിനോട് സംസാരിക്കാനായി തൻ്റെ തോട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ഫോൺ ബൂത്ത്. വയറുകളോ കണക്ഷനോ ഇല്ലാത്ത ഈ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തൻ്റെ വാക്കുകൾ കാറ്റിലൂടെ പ്രിയപ്പെട്ടവനിലേക്ക് എത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ 2011 ജപ്പാനിലുണ്ടായ കടുത്ത ഭൂകമ്പത്തിലും സുനാമിയിലും 15,000-ലധികം ആളുകൾ മരണപ്പെട്ടു. ദുരന്തത്തിൽപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ പിന്നീട് കുന്നിൻ്റെ മുകളിലേക്ക് ഒഴുകിയെത്തി. അവർ ആ ഫോൺ റിസീവർ കാതോട് ചേർത്ത് പിടിച്ച് മരിച്ചുപോയ മക്കളോടും പങ്കാളികളോടും മാതാപിതാക്കളോടും മണിക്കൂറുകളോളം സംസാരിച്ചു, കരഞ്ഞു, മനസ്സിൻ്റെ ഭാരമകറ്റി. 2024 ജനുവരിയിൽ ജപ്പാനിലുണ്ടായ ശക്തമായ നോട്ടോ ഭൂകമ്പത്തിന് ശേഷം ഈ വിൻഡ് ഫോൺ വാർത്തകളിൽ ഇടം നേടി. അവിടെ എത്തുന്ന മനുഷ്യർ ആ റോട്ടറി ഫോണിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പഴയ നമ്പറുകൾ വിറയ്ക്കുന്ന വിരലുകളോടെ ഡയൽ ചെയ്ത്, എന്നിട്ട് ആരും കേൾക്കാനില്ലാത്ത ശൂന്യതയിലേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങുന്നു. മോളെ, സുഖമല്ലേ? അമ്മയില്ലാതെ എനിക്ക് പറ്റുന്നില്ല. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയത്? ആ വാക്കുകളെല്ലാം ആ ബൂത്തിൻ്റെ ജനാലപ്പടികളിലൂടെ പുറത്തേക്കൊഴുകി പസഫിക്കിലെ തണുത്ത കാറ്റിലൂടെ അദൃശ്യമായ ഏതോ ലോകത്തേക്ക് പറന്നു പോകുന്നു. കാറ്റ് ആ വാക്കുകളെ അവരിലേക്ക് എത്തിക്കുമെന്ന് അവിടുത്തെ മനുഷ്യർ വിശ്വസിക്കുന്നു. ഇത് വെറും ഒരു ഭ്രാന്തല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അതിജീവനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യാശയാണ്. കണ്ണീരോടെ ആ ബൂത്തിലേക്ക് കയറുന്ന മനുഷ്യർ സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവരുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുണ്ടാകും. നെഞ്ചിൽ ഭാരമില്ലാത്തൊരു ശാന്തതയുണ്ടാകും. കേൾക്കാൻ ആരുമില്ലെങ്കിലും ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാൻ ഒരിടം ലഭിച്ചാൽ ഏതു വലിയ തകർച്ചയിൽ നിന്നും മനുഷ്യൻ തിരികെ നടക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ദ വിൻഡ് ഫോൺ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട മനുഷ്യർ തങ്ങളുടെ സങ്കടം പങ്കുവയ്ക്കാൻ ഇന്നും ഈ ബൂത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഫോൺ ഇന്നും നിശബ്ദമായിട്ടില്ല. പ്രിയപ്പെട്ടവരുടെ ശബ്ദം ഇനി ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും തങ്ങളുടെ സ്നേഹം കാറ്റിലലിഞ്ഞ് അവരിലേക്ക് എത്തും എന്ന വിശ്വാസമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു പ്രത്യാശ മറ്റെന്തുണ്ട്? നഷ്ടപ്പെടലുകളുടെ ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചം മാത്രം മതിയെന്ന് ഈ വിൻഡ് ഫോൺ നമ്മെ പഠിപ്പിക്കുന്നു. വാക്കുകൾ അവസാനിക്കുന്നിടത്തും സ്നേഹം തുടരുക തന്നെ ചെയ്യും.